കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നാനം എന്തിനു വേണ്ടി? 1 പത്രോസ് 3:21 വായിക്കുമ്പോൾ ദൈവത്തോടുള്ള മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ് സ്നാനം. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നെന്നാണ്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാനാണ്. ഗലാത്യർ 3:27 ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. റോമർ 6:3 യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ വേണ്ടിയാണ് സ്നാനം. റോമർ 6:8 നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് സ്നാനം. സർവോപരി അപ്പോസ്തല പ്രവൃത്തി 2:38 22:16 പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് സ്നാനം. ആകയാൽ സ്നാനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനമേൽക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളത് സ്നാനം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമായിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കുവാനാണ്, ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ്. പിതാവ് മരിച്ചിട്ടില്ല. ആ പിതാവായ ദൈവം, ഏകദൈവം, ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട തനിക്ക് വേണ്ടി ഒരുക്കിയ ആ ജഡത്തിനാണ് കഷ്ടത ഏൽക്കേണ്ടതായി വന്നത് എന്നുള്ളത് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ദൈവസഭയുടെ അംഗമാകുവാൻ ഞങ്ങൾ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.